ഇപ്പോഴത്തെ പിള്ളേര് അവന്മാരായിട്ട് ഓരോ ഹറാം പറപ്പ് കാണിക്കുകയും ചെയ്യും. എന്നിട്ട് അതിനെയൊക്കെ ഓരോ ഫാഷൻ പേരിട്ട് വിളിക്കുകയും ചെയ്യും. മരണമാസ്, കൊലമാസ്, പിന്നെന്താണ് ഒറ്റമൈ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തന്തവൈബായി പഴഞ്ചനായി നമ്മളില്ലേ. എനിക്ക് അവനെ ഒട്ടും പിടിക്കാനില്ല. അവനെന്നെ അറിഞ്ഞൂടാ. അവനെന്നെ ഇവിടെ വേണോ? എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേടിയിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്സിനും ബ്രദേഴ്സ് പോലും ഇല്ല. അത്രയ്ക്ക് സൂക്ഷിച്ചാണ് ഞാൻ ഓരോ കുട്ടികളെ എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഗതി വരെ ഞാൻ സമ്മതിക്കൂല. നിനക്കൊക്കെ അറിയാലോ എനിക്ക് അവളെ എത്ര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് നീ ഏത് നാട് വന്നാലും ഞാൻ വിട്ടുകൊടുക്കൂല. പ്ലീസ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നിനക്കൊക്കെ രണ്ടിനോളം കിട്ടില്ല. നീ ഇത് കണ്ട ഇവന്മാര് എന്തൊക്കെയാണ് എന്തിനാണ് ഓരോന്നും ചെയ്യണേന്ന് ചോദിച്ചാൽ അത് അവന്മാർക്ക് പോലും ശരിക്കും അറിഞ്ഞുകൂടായിരിക്കും. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണോ എന്തോ. ഇവൻ ആരാ നിനക്കൊക്കെ അറിയൂ? ഇവനുള്ളപ്പോൾ നിനക്കൊക്കെ എങ്ങനെയാണ് അവള് കിട്ടുന്നത്? അവനാണെങ്കിൽ ഫുൾ ടൈം ഇവളുടെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പണി? അവന്മാര് തമ്മിൽ തല്ലട്ടെ. എടാ രണ്ടെണ്ണത്തിന് നിനക്ക് അറിഞ്ഞെടുത്തോണ്ടാ. രണ്ടും ഭ്രാന്തന്മാരാ. എടാ ആ ജാക്കിയെടുത്ത് നടക്കണ്ടല്ലോ, അവ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂടിയിരുന്നവൻ അവന്റെ സീറ്റിൽ നിന്ന് മാറാത്തോണ്ട് അവന്റെ തലമണ്ട അടിച്ചു പൊളിച്ചവനെ. പിന്നെ മറ്റവൻ അവൻ വേറൊരു ലീഗ് ഭ്രാന്തൻ. നോക്കിയ പെണ്ണിന്റെ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് സ്വന്തം ചേട്ടന്റെ തല മീൻചട്ടി കൊണ്ട് അടിച്ചു പൊളിച്ചവൻ. ഞാൻ രണ്ട് ഭ്രാന്തന്മാരോട് എന്തൊക്കെ കാട്ടിക്കൂട്ടുമാവോ? എന്താണ്? കണ്ടില്ലേ? കണ്ട് കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് തോന്നി. മാത്തോട്ട് കയറ്. നിനക്കറിയായിരിക്കുമല്ലോ ഏതാ അവൻ. അറിയത്തില്ല. ഒരു നാറി അവളെ കൊണ്ടുപോകത്തില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു നാറയും അവളെ കൊണ്ടുപോകില്ല. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൾ കുറച്ച് ക്ലാസ്സുകൾ കൂട്ടത്തില്ല. മിനിമം ഒരു 5 അടിയെങ്കിലും വേണം. ആടുജീവിതം ഫിഗറായിട്ട് ഇറങ്ങിയൊക്കെയാണ് മനുഷ്യനെ ചിരിപ്പിക്കാൻ. എടാ അതാണോ ഇവിടുത്തെ പ്രശ്നം? ഇവിടെ നിന്നെ എങ്ങനെ ഒതുക്കുന്നു ആലോചിക്കുമ്പോഴേ വേറൊരുത്തൻ. അവനെ കണ്ടതല്ലേ? 6 അടി പൊക്കവും ഒടുക്കത്തെ മസിലും. പോയി എൻ്റെ ഗൗരി പോയി. നിന്റെ ഗൗരിയാ? നിന്റെ അല്ല എൻ്റെ അല്ല, ഇപ്പം അവൻ്റെയാണ്. അവൻ്റെ ഗൗരി മനുഷ്യനവിടെ തീരുന്ന അവനെ വീട്ടിൽ കയറി കാണിക്കാനാ. ഒരു ഗതിയില്ലെങ്കിൽ അവനെ അങ്ങ് കൊല്ലാം. എങ്ങനെ തട്ടാം? എதை பண்ணாலும் പ്ലാൻ പണി പണണം. പണ്ണണം. നാളെ മുതൽ നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസും അവനായിരിക്കണം. യെസ്, ഫോക്കസ്. ഇവൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്നറിയണം. ആ എന്താ അടങ്ങിരി. ഇവൻ്റെ വീടെവിടാ?
എനിക്കറിഞ്ഞൂടെ, കണ്ടുപിടിക്കാം. എനിക്ക് നേരെ പോ. വിട് 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 വിട്. എന്തോ അപ്പോൾ അതാണ് വീട്. വിട്ടോ വിട്ടോ. നാളത്തേക്കാക്കണോ? നമുക്ക് ഇന്ന് തന്നെ അങ്ങ് തട്ടിയാലോ? ഓവറാക്കരുത്. ആദ്യം കൃത്യമൊരു പ്ലാൻ വേണം. പ്ലാൻ എങ്ങനെ കൊല്ലാം? കുത്തിക്കൊന്നാലോ? വേണ്ട 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 വേണ്ട. തൂക്കിക്കൊന്നാലോ അവനെ? വേണ്ട 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 വേണ്ട, അത് നമുക്ക് പണിയാകും. പോയ്സൺ ചെയ്താലോ അവനെ? അതാകുമ്പോൾ സ്മൂത്തായിട്ട് കാര്യങ്ങളാണ്. അതാകുമ്പോൾ ആരും അറിയത്തില്ല. ചാടാല്ലേ? കയറി കയറി, ശബ്ദം ഉണ്ടാക്കലടേ. തോലച്ച്. സോറി, ഫസ്റ്റ് ടൈം. മിണ്ടാതെ പാടേ. മണ്ടത്തരൊന്നും കാണിക്കല്ലേ. ഏയ് ഒരിക്കലും ഇല്ല. വാ 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 വാ. ഫോളോ. കുറേ പടികൾ. അതാണെന്ന് തോന്നുന്നു. ഇതേനവാ സിറിഞ്ചിട. എടാ സിറിഞ്ചിടാൻ. ഒരു സിറിഞ്ചും ഇല്ല. ഞാൻ കൊല്ലാം. സിറിഞ്ചിട. ഞാൻ കൊല്ലാം. എന്നാ പോച്ചല്ലേ. എനിക്ക് കാണണ്ടത്. കുത്ത്. അല്ലെങ്കിൽ വേണ്ട, നീ കൊന്നു. നിനക്കല്ലേ കുത്തണം. ആഗ്രഹമില്ല, നീ കൊന്നു. കുത്തറ. കൊല്ലല്ലേ? നീ പോയി തീർന്നു. നീ കാലുപിടിക്കാൻ തലപിടിക്കാൻ. എടുത്തു. പൊക്ക്. മതി. പോവാ. തീരം തേടും തിരയുടെ പാട്ടിൻ ആടലയത്തിനുണങ്ങുമതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും.
അവിടെ വെക്ക് അവിടെ വെക്ക്. നിക്ക് ഇത് എവിടെ കൂടി ചാരി വെച്ചാ. ആഹാ. ഇന്നി തീരം തേടും തിരയുടെ മാട്ടിൻ ആടലയത്തിനുണർന്നു മതാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരും മോഹിനി ഇവിടെ. ഇന്നി തീരം തേടും തിരയുടെ മാട്ടിൽ ആടലയത്തിനുണർന്നു മതാലസയായി. നീയൊക്കെ എന്ത് പരിപാടി കാണിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നല്ലോ ധാരണ ഉണ്ടോടാ? ഒന്നു കാലം മാറി ആൾക്കാർ മാറി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശരിക്കും ഏറ്റവും നമ്മൾ കണക്കിലെടുക്കേണ്ടത് ദാ ഈ വക പിള്ളേർക്കുണ്ടാവണ മാറ്റമാണ്. പണ്ടൊക്കെ അങ്ങേയറ്റം പോയ 2 അടി കൊടുത്ത് നമ്മളൊരു വിഷയം അങ്ങ് തീർക്കും. ഒരുത്തനെ കൊല്ലണം എന്നുള്ള തീരുമാനം എടുത്തതിനപ്പുറം അത് തന്നെ ഒന്ന് നേരെ ചെയ്യാൻ അവന്മാർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോക അവസാനം പോലും വിദൂരമല്ല. മോർണിംഗ്. എടാ നിന്നെ ഈടായിട്ട് ഇങ്ങോട്ടും കാണാറില്ലല്ലോടാ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ടോ അപ്പാ? അപ്പൂപ്പാ രാവിലെ ചൂടായിട്ട് എന്തുണ്ട്? നീ നാട്ടുകാരനല്ലേടാ, എന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്ത്? എടാ നമ്മുടെ സിദ്ധാർത്ഥനെ ഇല്ലേ? ഏത് സിദ്ധാർത്ഥൻ? ഛേ, നിനക്കറിയാം, അവനിവിടെ വരുന്ന സ്ഥിരം. അവൻ മരിച്ചു പോയടാ. വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൻ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന് കാരണമായി ഇന്നലെ രാത്രിയോടെ തന്നെ പിടിയിലായ സച്ചിനും കമലും വെറും 19ഉം 20ഉം മാത്രം പ്രായം വരുന്ന കോളേജ് വിദ്യാർത്ഥികളാണ്. സമൂഹത്തിൽ ആശങ്കയും അതിശയവും ചെലുത്തുന്ന ഇത്തരം ക്രൂര പ്രവർത്തികളിലൂടെ ഇവർ ജൻസി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരു അപമാനമാണെന്ന്, എന്തിന് സ്വന്തം വീട് കത്തിച്ച് അതിന്റെ മുന്നിൽ നിന്ന് വരെ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്ത് ആഘോഷിക്കുന്ന ഇവരെ പോലെയുള്ള ഒറ്റമൈൻ വ്യക്തികൾക്ക് ഇനിയെങ്കിലും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇത്തരം കൊടും കുറ്റവാളികളായ യുവാക്കൾക്കെതിരെ അവരുടെ പ്രായം കണക്കിലെടുക്കാതെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതുവരെ അതിനുവേണ്ടി പ്രതിഷേധിക്കും എന്ന ഉറച്ച നിലപാടുമായി ഇതാദ്യമായി വലിയൊരു വിദ്യാർത്ഥി കൂട്ടം സമരത്തിന് ഒരുമിച്ച് രംഗത്തെത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്.